നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാർട്ടിയുടെ മുഖം വികൃതമാക്കിയ പ്രവൃത്തിയാണ് രാഹുൽ നടത്തിയതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പുറത്താക്കാൻ വൈകിയില്ലെന്നും ധാർമ്മിക മൂല്യമുണ്ടെങ്കിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും രാഹുലിന് പൊതുപ്രവർത്തനം തുടരാൻ അർഹതയില്ലെന്നും ഉണ്ണിത്താൻ MP പറഞ്ഞു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SIR പരിഷ്കരണവും ഉമീദ് പോർട്ടൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. SIR വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ എന്നിവ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്നത് ദുരുദ്ദേശപരമാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. CPM-ഉം പിണറായി വിജയനും ശബരിമലയും നടത്തിയത് സംഘടിത രാഷ്ട്രീയ കൊള്ളയാണെന്നും വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ചവർക്ക് ബാലറ്റ് പേപ്പറിലൂടെ വിധിയെഴുതണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മൗവലിൽ വെച്ച് നടന്ന പള്ളിക്കര പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന് ദേശീയതലത്തിൽ തന്നെ ഭീഷണിയായിട്ടുള്ള ഘട്ടത്തിലാണ് രാജ്യമുള്ളതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംസ്ഥാന നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. UDF ചെറുവത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം മടക്കര ടൗണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാകവി P.യുടെ ജീവിതം സിനിമയാകുന്നു. കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ നാലപ്പാടം പത്മനാഭനാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ ഭായാർ ജാറം മഖാം ഉറൂസിന് തുടക്കമായി. സയ്യിദ് ഷമീം തങ്ങൾ കുമ്പോൾ പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മഖാം ഉറൂസിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. വളാന്തോട് മണികണ്ഠപുരം ക്ഷേത്രം വൃശ്ചിക തൃക്കാർത്തികയുടെ ഭാഗമായി ദശസഹസ്ര ദീപോത്സവം നടത്തി. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. വാർത്തകൾ വിശദമായി. പാർട്ടിയുടെ മുഖം വികൃതമാക്കിയ പ്രവൃത്തിയാണ് രാഹുൽ നടത്തിയതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പുറത്താക്കാൻ വൈകിയില്ലെന്നും ധാർമ്മിക മൂല്യമുണ്ടെങ്കിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും രാഹുലിന് പൊതുപ്രവർത്തനം തുടരാൻ അർഹതയില്ലെന്നും ഉണ്ണിത്താൻ MP പറഞ്ഞു. നമുക്കറിയാം, ആദ്യം അയാളുടെ പാർട്ടിയുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയതിനു ശേഷം പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ നിയമസഭാ സമ്മേളനത്തിൽ വന്നു. പാലക്കാട്ട് പോയി. പാലക്കാട്ട് വളരെ സജീവമായി ഒരു പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകൻ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത രീതിയിൽ പാർട്ടി പരിപാടികൾ അദ്ദേഹം നിരന്തരമായി പങ്കെടുത്തു. അതൊക്കെ ഈ പാർലമെൻ്ററി പാർട്ടിയോടും അദ്ദേഹം നടത്തിയ ഒരു വെല്ലുവിളിയാണ്, ഒരു യുദ്ധപ്രഖ്യാപനമാണ്. ആ യുദ്ധപ്രഖ്യാപനത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഇറലവൻ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കേസിൽ അദ്ദേഹത്തെ വെറുതെ വിടാതിരിക്കട്ടെ, എന്തും ആകട്ടെ, ഈ കേസിൻ്റെ അവസാനത്തെ നടപടിക്രമങ്ങൾ എന്തുമാകാം. നിയമത്തിന് വഴിക്കാണല്ലോ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി നിയമത്തിന് അതീതമായി പാർട്ടിക്ക് ചില മൂല്യങ്ങളുണ്ട്, ചില നിലപാടുകളുണ്ട്. ആ മൂല്യങ്ങളും നിലപാടുകളെയാണ് ജനങ്ങൾ വിലമതിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന, കോൺഗ്രസ് പാർട്ടിയുടെ മുഖം വികൃതമാക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് കഴിഞ്ഞ കുറേ കാലമായി അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടി ഇന്നെടുത്ത നടപടിയിലൂടെ അദ്ദേഹം പാർട്ടിയുടെ ഒരു പ്രാഥമിക അംഗത്വം അല്ലാതായിരിക്കുന്നു. KPC പ്രസിഡന്റ് പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്ക്. അദ്ദേഹം രാജിവെക്കേണ്ടത് ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. രാജിവെക്കേണ്ട മാത്രമല്ല, അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കേണ്ടത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ ഒരു നിലനിൽപ്പിന് ആവശ്യം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. തദ്ദേശ പോര്. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SIR പരിഷ്കരണവും ഉമീദ് പോർട്ടൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി.
SIR വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ എന്നിവ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്നത് ദുരുദ്ദേശപരമാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കാണാപ്പുറങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര വഖഫ് നിയമപ്രകാരം വഖഫ് സ്വത്തുക്കൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്നതിനും സംശയ നിവാരണത്തിനുമായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ വഖഫ് നിയമത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ വിവരണം ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥ പാലിച്ച് കർണാടകയിലെ മുഴുവൻ സ്വത്തുക്കളും അപ്ലോഡ് ചെയ്ത കർണാടക സർക്കാർ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം നോക്കി SIR വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ എന്നിവ കൊണ്ടുവന്നത് ദുരുദ്ദേശപരമാണെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. ഇതൊക്കെ വളരെ ഇപ്പോൾ നമുക്കറിയാം. SIR വോട്ടർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സമയം കൊടുത്ത് സാവകാശം ചെയ്യേണ്ട ഒരു കാര്യമാണ്. സമയം കൊടുത്ത് സാവകാശം ചെയ്യേണ്ട ഒരു കാര്യം. സമയമില്ല, വേഗം എന്താ ഈ രാജ്യം യുദ്ധകാല അടിസ്ഥാനം ചെയ്യേണ്ട ഒരു വിഷയമല്ലല്ലോ. വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ വോട്ട് റൈറ്റ്, എവരി ഇന്ത്യൻ സിറ്റിസൺ ഹാസ് എ റൈറ്റ് ടു വോട്ട്. അവരുടെ അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സമയമില്ലാതാക്കി ബുദ്ധിമുട്ടാക്കി പോവാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ റീസെൻ്റ്ലി അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വി ഹാഡ് കോൾഡ് ഓൾ ദി മുസ്ലിം ഓർഗനൈസേഷൻസ്. കർണാടക വഖഫ് ന്യൂനപക്ഷ ഹൗസിംഗ് വകുപ്പ് മന്ത്രി സമീർ അഹമ്മദ് ഖാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി A. അബ്ദുൽ റഹ്മാൻ സ്വാഗതം പറഞ്ഞു. സെയ്ദ് ഹാദി തങ്ങൾ പ്രാർത്ഥന നടത്തി. പ്രമുഖ നിയമവിദഗ്ധനും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ വിഷയാവതരണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, N. നെല്ലിക്കുന്നി MLA, AKM അഷ്റഫ് MLA, KPCC ജനറൽ സെക്രട്ടറി KP നൌഷാദ് അലി, കർണാടക PCC വൈസ് പ്രസിഡന്റ് ഇനായത്ത് അലി, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ചെങ്കള അബ്ദുല്ല ഫൈസി, സെക്രട്ടറി സിദ്ദിഖ് നദ്വി ചേരൂർ, മാലിക് ദിനാർ വലിയ ജുമാഅത്ത് പള്ളി ഖത്തീബ് അബ്ദുൽ മജീദ് ബാക്കവി, മുഹിമാത്ത് ജനറൽ സെക്രട്ടറി BS അബ്ദുല്ല കുഞ്ഞി ഫൈസി, KNM ജില്ലാ സെക്രട്ടറി AP സൈനുദ്ദീൻ, KNM മർക്കസുദ്വ ജില്ലാ സെക്രട്ടറി അബ്ദുൾ റൌഫ് മദനി, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി ഷഫീഖ് നസറുള്ള, SMF ജില്ലാ ജനറൽ സെക്രട്ടറി APP കുഞ്ഞഹമ്മദ് ചന്ദേര, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ കൺവീനർ ഇംതിയാസ്, MES ജില്ലാ സെക്രട്ടറി ആരിഫ് കാപ്പിൽ, MSS ജില്ലാ പ്രസിഡന്റ് VKP ഇസ്മായിൽ ഹാജി, ഇമേജ് കാസർഗോഡ് സെക്രട്ടറി അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, KEA ബക്കർ, AM കടവത്ത്, TA മൂസ, അബ്ദുൽ റഹ്മാൻ 14, M അബ്ബാസ്, AB ഷാഫി, TCA റഹ്മാൻ, അബ്ദുല്ല കുഞ്ഞി ചെർക്കള, ബഷീർ വെള്ളിക്കോത്ത് തുടങ്ങി നിരവധി പ്രമുഖർ കൺവെൻഷനിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPM-ഉം പിണറായി വിജയനും ശബരിമലയിൽ നടത്തിയത് സംഘടിത രാഷ്ട്രീയ കൊള്ളയാണെന്നും വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ചവർക്ക് ബാലറ്റ് പേപ്പറിലൂടെ വിധിയെഴുതണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മൗവലിൽ വെച്ച് നടന്ന പള്ളിക്കര പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM-ഉം പിണറായി വിജയനും ശബരിമലയിൽ നടത്തിയത് സംഘടിത രാഷ്ട്രീയ കൊള്ളയാണെന്നും വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ചവർക്ക് ബാലറ്റ് പേപ്പറിലൂടെ വിധിയെഴുതണമെന്ന പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മൗവലിൽ വെച്ച് നടന്ന പള്ളിക്കര പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ തന്നെ ഒരു മാറ്റം ജനങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, ഇവിടെ UDF വെച്ചിരുന്ന കാലം ബഹുമാന്യ CT അഹമ്മദ് അലി വേദിയിലുണ്ട്. ഞങ്ങളൊക്കെ മന്ത്രിസഭയിലൊക്കെ ഇരുന്നിരുന്ന കാലവും ഇപ്പോഴും തമ്മിലുള്ളൊരു വ്യത്യാസം, അന്ന് സ്റ്റേറ്റ് ഒരു വികസനത്തിൻ്റെ പാതയിലായി. അതിവേഗം നമുക്ക് ബഹുദൂരം സഞ്ചരിക്കണം എന്നൊരാഗ്രഹം ഉമ്മൻചാണ്ടിയുടെ മുദ്രാവാക്യമായിരുന്നു അത്. ഉമ്മൻചാണ്ടി നിങ്ങൾക്കറിയാലോ, ജനകീയ മുഖ്യമന്ത്രിയായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന, അതിൽ സംതൃപ്തി കണ്ടെത്തിയിരുന്ന എളിയ ഒരു മനുഷ്യരാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 8-10 വർഷകാലമായി എല്ലാത്തിനും മുരടിപ്പായി. ഒന്നിനും ഒരു നിശ്ചയവുമില്ല. സാമ്പത്തികമായി തകർന്ന നെല്ല ഈ സ്റ്റേറ്റ്.
ഭരണത്തിലുള്ള പിടിപ്പുകേട് കൊണ്ട് പണം ഉണ്ടാക്കാനും അറിയില്ല, അത് ചെലവാക്കാനും അറിയില്ല. പലതായി നമ്മൾ കാലം കുറേയായി ഉണ്ടാക്കിയെടുത്ത നല്ല നേട്ടങ്ങളൊക്കെ ഓരോന്നോരോന്ന് ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ട്, അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ട് താഴോട്ട് പോവുകയാണ്. UDF പഞ്ചായത്ത് ചെയർമാൻ സിദ്ദീഖ് പള്ളിപ്പുഴ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷെ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് സമ്മേളനത്തെക്കാൾ പ്രാധാന്യമാണ്. കാരണം എനിക്ക് അവിടെ ഇരിക്കാനൊരു അവസരം ഉണ്ടാക്കി തന്നത് നിങ്ങളാണ്. അപ്പോൾ പാർലമെന്റിൽ പോകാൻ അവസരം ഉണ്ടാക്കി തന്നത് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവിടെ പോയിരുന്നിട്ട് എന്താ കാര്യം? അവിടെ എന്ത് സംഭവിച്ചാലും നമ്മുടെ മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നിൽക്കാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാം കാണാൻ വന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ നവംബർ മാസം 25-ാം തീയതി നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, നമ്മുടെ രാജ്യത്തൊരു സംഭവം നടന്നു. എന്താണ് ആ സംഭവം? അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണം നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ഒരു പ്രസംഗം നടത്തി. 2020-ലാണ് ഭൂമി പൂജ നടത്തിയത്. സാധാരണ നിങ്ങളൊരു ഭൂമി പൂജ നടത്തുമ്പോൾ ആരെ കൊണ്ടാണ് നടത്തിക്കുന്നത്? ഒരു വീട് വയ്ക്കാൻ. പക്ഷെ രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ പൂജാരിമാരെ കൊണ്ട് നടത്തിക്കാതെ അത് നേരിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിൽ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ബക്കർ, DCC വൈസ് പ്രസിഡന്റ് സാജിദ് മൗവൽ, മുസ്ലിം ലീഗ് ഉദുമ മണ്ഡലം പ്രസിഡന്റ് കല്ലട്ര അബ്ദുൽ ഖാദർ, UDF പള്ളിക്കര പഞ്ചായത്ത് കൺവീനർ സുകുമാരൻ പൂച്ചക്കാട്, ട്രഷറർ രവീന്ദ്രൻ കരിച്ചേരി, ഹനീഫ കുന്നിൽ, തൊട്ടി സാലിഹ് ഹാജി, TP കുഞ്ഞബ്ദുള്ള ഹാജി, സോളാർ കുഞ്ഞാമത് ഹാജി, സത്താർ തൊട്ടി, MB ഷാനവാസ്, ചോണായി മുഹമ്മദ് കുഞ്ഞി, ഹാരിസ് തൊട്ടി, ഷാഫി മൗവൽ, ഹമീദ് ബാങ്ക, റഷീദ് ഹാജി കല്ലിങ്കാൽ, ആമു ഹാജി മൗവൽ, ഖാദർ ഗേറ്റ്, അബ്ബാസ് മഠം, റാഷിദ് കല്ലിങ്കാൽ, MPM ഷാഫി, രാജേഷ് പള്ളിക്കര, ജയശ്രീ MP, ട്രസീന കട്ട്, ട്രസീന കരുവാക്കോട്, യശോദ നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജനാധിപത്യത്തിന് ദേശീയതലത്തിൽ തന്നെ ഭീഷണിയായിട്ടുള്ള ഘട്ടത്തിലാണ് രാജ്യമുള്ളതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംസ്ഥാന നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. UDF ചെറുവത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം മടക്കര ടൗണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവതയുടെ കരുത്തിന് മുതിർന്ന തലമുറ പിന്തുണ നൽകി വേണം മുന്നോട്ടു പോകാനെന്നും രാഷ്ട്രത്തിന്റെ സമ്പത്ത് യുവതി യുവാക്കളാണെന്നും IT രംഗത്തുൾപ്പെടെ അവരുടെ ഇടപെടലുകൾ എടുത്തു പറയേണ്ടുന്നതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമ്മുടെ സാന്ദ്ര ജയിച്ചിരിക്കും, യാതൊരു സംശയവുമില്ല. ചെറുപ്പക്കാരിയായ സ്വതന്ത്ര സ്ഥാനാർത്ഥി, ലീഗ് നിർത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ തലമുറ ഇവർക്കെതിരാണ്. പുതിയ തലമുറക്ക് ഇതൊന്നും ഇഷ്ടമല്ല. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലോകം മുഴുവൻ സാങ്കേതിക വിദ്യ അതിവേഗം കുതിച്ചു പോവുകയാണ്. ഈ നൂറ്റാണ്ടിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ വന്നതിന് ശേഷം അനുദിനം പല പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലാണ്. ഇവിടുത്തെ പുതിയ തലമുറ അതൊക്കെ ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ വന്നാൽ ഈ ജനകീയ ശക്തി ഇത്രയുള്ള യൂറോപ്പിലൊന്നും ആളുകളില്ല. യൂറോപ്പിലൊക്കെ ആള് കുറവാണ്. പക്ഷേ ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലൊക്കെ ധാരാളം ജനകീയ ശക്തി ആളുകളുണ്ട്, യുവാക്കളുണ്ട്. യുവശക്തി എന്ന് പറഞ്ഞാൽ ചെറിയ ശക്തിയല്ല. UDF ചെറുവത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം മടക്കര ടൗണിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് UDF ചെയർമാൻ പൊറായിക്ക് മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ, UDF ജില്ലാ ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി, പഞ്ചായത്ത് UDF കൺവീനർ DM സുകുമാരൻ, TCA റഹ്മാൻ, AGC ബഷീർ, PKC റൌഫ്, അഷ്റഫ് പള്ളിക്കണ്ടം, സത്താർ വടക്കുംപാട്, ലത്തീഫ് നീലഗിരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
മഞ്ചേശ്വരം പഞ്ചായത്തിലേക്കുള്ള പോരാട്ടത്തിൽ SDPI ഇത്തവണ സ്വതന്ത്രരായി മത്സരിക്കും. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള അഷ്റഫ് ബഡാജെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. മുസ്ലിം ലീഗും BJPയും തുല്യശക്തികളായ കേരളത്തിലെ വടക്കേയറ്റത്തുള്ള ഗ്രാമമായ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ മികച്ച പോരാട്ടം നടത്തുവാനാണ് SDPI ലക്ഷ്യമിടുന്നത്. ഇതിനായി SDPI ഇത്തവണ സ്വതന്ത്രരായാണ് മത്സരിക്കുന്നത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമുള്ള അഷ്റഫ് ബഡാജെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. പഞ്ചായത്തിലെ 7 വാർഡുകളിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുവാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി വാർഡുകളിൽ ജനപ്രീതി നേടിയ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ അറിയിച്ചു. എല്ലാ വാർഡുകളിലും സ്മാർട്ട് അംഗൻവാടികൾ സ്ഥാപിക്കൽ, ആരോഗ്യ സേവനങ്ങളുടെ നവീകരണം, പഞ്ചായത്തിന് കീഴിലുള്ള സ്കൂളുകളുടെ വികസനം, ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനം നടപ്പാക്കൽ, കുടിവെള്ളം എല്ലാവർക്കും ഉറപ്പാക്കൽ, തെരുവിളക്കുകളുടെ നവീകരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 2025-30 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയാണ് നാം ഇവിടെ വിടുകട ചെയ്തത്. 2025 ഡിസംബർ 11 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ പാർട്ടിയുടെയും പാർട്ടി സ്വതന്ത്രരായി 15ഓളം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കരുത്തരായ മണ്ഡല പ്രസിഡന്റ് അടക്കമുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. തീർച്ചയായും മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഭരണം SDPI പിടിച്ചെടുക്കുമെന്നതിലൊരു സംശയവുമില്ല. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ പ്രാവശ്യം ഭരണത്തിലേക്ക് കയറിയാൽ ഞങ്ങൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ വാർഡുകളിലും സ്മാർട്ട് അംഗനവാടികൾ സ്ഥാപിക്കും. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നവീകരണം നടപ്പിലാക്കും. ആരോഗ്യ മേഖല അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തും. ഇങ്ങനെയുള്ള ശാസ്ത്രീയ മാലിന്യ സംസ്കാര സംവിധാനം നടപ്പിലാക്കും. സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കും. 100% തെരുവ് വിളക്കുകൾ 100% അറ്റകുറ്റപ്പണികൾ തെരുവ് വിളക്കുകളുടെ നവീകരണം നടത്തും. അതുപോലെ തന്നെ പഞ്ചായത്തിൽ PSC കോച്ചിങ് സെൻറ്റർ സ്ഥാപിക്കും. പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ഹൊസങ്കടി, സ്ഥാനാർത്ഥികളായ ജയകുമാർ VD, ഷെരീഫ് പാവൂർ, യാക്കൂബ് കാസെ, ഹാരിസ് ഉദ്യാവർ, ഷബനാസ്, സപ്രീന KM, മറിയാമ്മ, റസിയ ബാനു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഹാകവി P.യുടെ ജീവിതം സിനിമയാകുന്നു. കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ നാലപ്പാടം പത്മനാഭനാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. മഹാകവി P. കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതം കസ്തൂരിമാൻ എന്ന പേരിൽ ഡോക്യുമെൻ്ററി സിനിമയാകുന്നു. കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ നാലപ്പാടം പത്മനാഭനാണ് രചനയും സംവിധാനവും. ദുബൈ എഗേറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് പുറവങ്കര നിർമ്മിക്കുന്ന ചിത്രത്തിൽ മഹാകവി P.യുടെ മകൾ ലീലമ്മാളിൻ്റെ മകൻ മുരളി വടയേക്കുളം P.യുടെ വേഷത്തിൽ എത്തുന്നു. കവി നാലപ്പാടം പത്മനാഭൻ മഹാകവി ചങ്ങമ്പുഴയായി അഭിനയിക്കുന്നു. ചലച്ചിത്ര താരങ്ങളായ ഡോക്ടർ വൃന്ദ മേനോൻ, കാർത്തിക വിജയകുമാർ എന്നിവർ വിവിധ പ്രായത്തിലുള്ള കുഞ്ഞിലക്ഷ്മി അമ്മയെ അവതരിപ്പിക്കുന്നു. വിഷ്ണു വെള്ളിക്കോത്ത്, പ്രിയ മാവില കണ്ടോത്ത്, അരവിന്ദൻ വെള്ളിക്കോത്ത്, രാകേഷ് ക്ലായിക്കോട്, സുധാകരൻ വെള്ളിക്കോത്ത്, മാസ്റ്റർ അമർനാഥ്, മാസ്റ്റർ അദ്രുത് M, തേജ് ദേവ്, മീര ഗോവിന്ദ് രാജ്, ശിവദ കുക്കൾ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു. ക്യാമറ ശ്യാം ഓളിയക്കാലും, ക്യാമറ സഹായം അജു വെള്ളിക്കോത്തും, സഹസംവിധാനം സിജി രാജൻ കാഞ്ഞങ്ങാട്, കലാസംവിധാനം ചമയം എന്നിവ ജനൻ കാഞ്ഞങ്ങാടും കല പ്രസാദ് വെള്ളിക്കോത്തും നിർവഹിക്കുന്നു. ഡോക്യുമെൻ്ററി സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം വെള്ളിക്കോത്ത് മഹാകവി P.യുടെ മകൻ V. രവീന്ദ്രൻ നായർ നിർവഹിച്ചു. മഹാകവി P.യുടെ സർഗാത്മക ജീവിതം കസ്തൂരിമാൻ എന്ന പേരിൽ ഡോക്യുമെൻ്ററി സിനിമയാക്കിയാണ്. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് വെച്ചും കൂടാളി, കൊല്ലങ്കോട്, പട്ടാമ്പി, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലൊക്കെ മഹാകവിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ പകർത്തുകയാണ് ഞങ്ങളുടെ ഒരു കർമ്മമായിട്ട്, കടമയായിട്ട്, ഒരു നിയോഗമായിട്ട് കണക്കാക്കുന്നത്. ഇതിൽ മഹാകവി P. ആയിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ മഹാകവി P.യുടെ കൊച്ചുമകൻ മുരളിയാണ്. അതുപോലെ രവിമാഷാണ്, മഹാകവിയുടെ P.യുടെ മകൻ രവിമാഷാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്.
അതുപോലെ കൊച്ചുമകൾ ജയശ്രീ ചേച്ചി ഇവിടെ സാന്നിധ്യമുണ്ട്. പിന്നെ നമ്മുടെ ഈ യൂണിറ്റിലെ എല്ലാ ആളുകളുടെയും ഒരു സന്തോഷം, ഒരു നിയോഗം, ഒരു ചരിത്ര നിയോഗമായിട്ട് ഇത് ഞങ്ങൾ കണക്കാക്കിയാണ്. പിയുടെ മകൾ ലീലമ്മാളിൻ്റെ മകൾ ജയശ്രീ വടയക്കുളം, പത്രപ്രവർത്തകൻ ബാലഗോപാലൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വെള്ളിക്കോത്ത്. വളാന്തോട് മണികണ്ഠപുരം ക്ഷേത്രം വൃശ്ചിക തൃക്കാർത്തികയുടെ ഭാഗമായി ദശസഹസ്ര ദീപോത്സവം നടത്തി. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് ഉത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മേക്കാട്ടില്ലത്ത് കേശവ പട്ടേരി, ക്ഷേത്രം മേൽശാന്തി ഹരിനമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് പ്രാർത്ഥനകളും അനുബന്ധ ചടങ്ങുകളും നടന്നത്. മോനാച്ച ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കാർത്തിക വിളക്ക് ഉത്സവം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മേക്കാട്ട് ഇല്ലത്ത് കേശവ പട്ടേരി, ക്ഷേത്രം മേൽശാന്തി ഹരിനമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രാർത്ഥനകളും അനുബന്ധ ചടങ്ങുകളും നടന്നത്. ഉത്സവത്തിൻ്റെ ഭാഗമായി ഉപ്പിലിക്കൈ EV ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ വിളക്കുപൂജ, പള്ളിക്കര സുഭാഷ് മാരാരും സംഘവും ചേർന്നുള്ള തായമ്പക, M നന്ദനയുടെ പരിശീലനത്തിൽ ക്ഷേത്രം മാതൃസമിതിയിലെ 40ഓളം ആളുകൾ പങ്കെടുത്ത തിരുവാതിരയും ശ്രദ്ധേയമായി. ക്ഷേത്രം പ്രസിഡന്റ് PV ജയചന്ദ്രൻ, സെക്രട്ടറി സജിത് മോനാച്ച, ട്രഷറർ PV ചന്ദ്രൻ, ആഘോഷ കമ്മിറ്റി കൺവീനർ M പ്രമോദ് പണിക്കർ, ക്ഷേത്രം മാതൃസമിതി സെക്രട്ടറി അജിത മുരളി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നവ്യാനുഭൂതി പകർന്ന് ഉപ്പളക്കാർ സംഗമം. ദുബായിൽ ഒത്തുചേർന്നത് 2000-ലധികം പ്രവാസികൾ. ദുബായ് ഗിസൈസിലെ സൽമാൻ ഫാർസി സ്കൂൾ ഗ്രൗണ്ടിൽ പ്രവാസ ലോകത്തെ ഉപ്പളക്കാരെ ഒരുമിച്ച് കൂട്ടിയ ഈ സംഗമത്തിൻ്റെ മുഖ്യ ആകർഷണം 1000 സെൻറ്റിമീറ്റർ നീളവും 100 കിലോഗ്രാം ഭാരവുമുള്ള കൂറ്റൻ കേക്കായിരുന്നു. ഉപ്പളക്കാർ പ്രീമിയർ ലീഗിന്റെ 3ാം പതിപ്പിന് ഗംഭീര സമാപനം. UAE ദേശീയ ദിനത്തിൽ ദുബായ് കിസൈസിലെ സൽമാൻ ഫാർസി സ്കൂൾ ഗ്രൗണ്ടിൽ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളോടെയാണ് സമാപന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. വ്യവസായ പ്രമുഖനും ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് മെമ്പറുമായ അബ്ദുൽ ലത്തീഫ് ഉപ്പള മുഖ്യാതിഥിയായിരുന്നു. പ്രവാസ ലോകത്തെ ഉപ്പളക്കാരെ ഒരുമിച്ച് കൂട്ടിയ ഈ സംഗമത്തിന്റെ മുഖ്യ ആകർഷണം 1000 സെന്റിമീറ്റർ നീളവും 100 കിലോഗ്രാം ഭാരവുമുള്ള കൂറ്റൻ കേക്കായിരുന്നു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി പ്രഭാഷണം നടത്തി. 5 ടീമുകൾ മത്സരിച്ച പൊമോന ട്രോഫിക്കായുള്ള സോക്കർ ലീഗിൽ സെറ്റ് ഗെയ്സ് അതീക്ക ചാമ്പ്യന്മാരായി. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ജൂനിയർ ഫുട്ബോൾ മത്സരവും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. കൂടാതെ സ്ത്രീകൾക്കായി വിവിധ വിനോദ മത്സരങ്ങളും കുട്ടികൾക്കായുള്ള ഗെയിമുകളും സംഗമത്തിന് മാറ്റുകൂട്ടി. പ്രമുഖ കലാകാരന്മാർ അണിനിരന്ന ഗാനവിരുന്നും കൈകൊട്ട് പാട്ടുൾപ്പെടുന്ന കലാപരിപാടികളും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ഡോക്ടർ ഇസ്മായിൽ മൊഗ്രാൽ, അസീസ് അയ്യൂർ, ഹനീഫ് ഉപ്പളാഗേറ്റ്, PD നൂറുദ്ദീൻ, അഷ്റഫ് ബായാർ, ആസിഫ് ഹൊസങ്കടി, ഇബ്രാഹിം ബേരിക്കെ, ജബ്ബാർ ബൈദല, അബ്ദു കൈസർ, ഹനീഫ് ഗ്യാസ്റ്റെക് തുടങ്ങിയവർ സംബന്ധിച്ചു. ജമാൽ പുതിയോത്ത്, സിദ്ദിഖ് ബപ്പായി തൊട്ടി, സുബൈർ കുമണ്ണൂർ, ഖാലിദ് മണ്ണംകുഴി, ഇദ്രിസ് അയ്യൂർ, ഇക്ബാൽ പള്ള, അൻവർ മുട്ടം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കഴിവുകളിൽ വിഭിന്നത കാട്ടുന്നവരെ ചേർത്ത് പിടിച്ച് ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി പരിശീലനത്തിന് പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തുടക്കമായി. കൃഷിയിലും പൂന്തോട്ട പരിപാലനത്തിലും പരിശീലനം നൽകുന്നതിനൊപ്പം ശാരീരിക, മാനസിക, ആത്മീയ ഉന്നമനത്തിനായി ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ കഴിയുന്ന തരത്തിലാണ് 3 മാസം നീളുന്ന പദ്ധതി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിൽ പരിശീലിപ്പിച്ചെടുക്കുക എന്നതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിൽ പരിശീലിപ്പിച്ചെടുക്കുക എന്നതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിന്റെയും കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെയും നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനത്തിൽ അവർക്കുള്ള പരിശീലനത്തിനാണ് തുടക്കമിട്ടത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള തിരഞ്ഞെടുത്തവരാണ് പങ്കെടുക്കുന്നത്. സൗജന്യ പരിശീലനത്തോടൊപ്പം
സ്റ്റൈപ്പൻഡ് നൽകുകയും ചെയ്യുന്നുണ്ട്. ലോക ഭിന്നശേഷി ദിനത്തിൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ചമയം ഓഡിറ്റോറിയത്തിൽ കേന്ദ്ര മേധാവി ഡോക്ടർ ടി വനജ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നോർത്ത് റീജിയനിലുള്ള റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനെ തെരഞ്ഞെടുത്തതിൽ എൻ്റെ സ്വന്തം പേരിലും അതുപോലെ ഇവിടുത്തെ എല്ലാ എൻ്റെ സഹപ്രവർത്തകരുടെയും മൊത്തം സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെയും പേരിൽ ഞാൻ ആദ്യം തന്നെ ഡോക്ടർ ബെനറ്റ് വെള്ളായണി കാർഷിക കോളേജിൽ ഞാൻ നന്ദി പറയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിവ്യാംഗ വിദ്യാർത്ഥികൾക്കായി ഞങ്ങളുടെ കാർമികളിൽ തന്നെ ഞങ്ങൾ ഒരുക്കിയിരുന്ന വേദികൾ അവർക്കായിട്ട് സ്റ്റാളുകളായാലും നമ്മുടെ ഒരു കാർമികൾ അവർ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവരുമായിട്ടുള്ള അടുപ്പം കാർഷിക നമ്മുടെ ആരോഗ്യ അധികൃതരുടെ തിരിച്ചറിവ് നന്നായിട്ടുണ്ട്. വെള്ളായണി കാർഷിക കോളേജ് കമ്മ്യൂണിറ്റി സയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ GK ബേല അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ്, ഡോക്ടർ KV സുമേഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ്, ഫാം സൂപ്രണ്ട് M ഗീത, ഹോർട്ടിക്കൾച്ചർ തെറാപ്പിസ്റ്റുകളായ അഞ്ജന വർഗീസ്, MS ആൻ തെരേസ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞിരപ്പൊയിൽ കുട്ട്യാനം പച്ചക്കുണ്ട് അയ്യപ്പ ഭജനമഠം 10ാം വാർഷിക ആഘോഷത്തിനും ആഴിപൂജ മഹോത്സവത്തിനും തുടക്കമായി. കലവറ നിറക്ക ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. കുട്ട്യാനം പച്ചക്കുണ്ട് ശ്രീ അയ്യപ്പ ഭജനമഠം 10ാം വാർഷികവും ആഴിപൂജ മഹോത്സവത്തിനും തുടക്കമായി. പരിപാടിയുടെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ആഘോഷ കമ്മിറ്റി, അയ്യപ്പ ഭജനമഠ കമ്മിറ്റി, മാതൃസമിതി ഭാരവാഹികൾ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ AC നന്ദകുമാർ മാസ്റ്റർ, കൺവീനർ V മുകേഷ് കുട്ട്യാനം, അയ്യപ്പ ഭജനമഠം സെക്രട്ടറി N സന്തോഷ്, പ്രസിഡന്റ് K വിജേഷ്, ഖജാൻജി ചിത്രൻ പച്ചക്കുണ്ട്, മാതൃസമിതി സെക്രട്ടറി A സീമ, പ്രസിഡന്റ് ഗായത്രി പച്ചക്കുണ്ട് എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങളും കലവറ ഘോഷയാത്രയിൽ പങ്കാളികളായി. ആഴിപൂജ മഹോത്സവത്തിൻ്റെ ഭാഗമായി വർണ്ണശബളമായ താലപ്പൊലി ഘോഷയാത്ര, പേട്ടതുള്ളൽ, ആഴിപൂജ, കനലാട്ടം, ഭജന, ദീപാരാധന, അന്നദാനം, വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർട്ടിയുടെ മുഖം വികൃതമാക്കിയ പ്രവൃത്തിയാണ് രാഹുൽ നടത്തിയതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പുറത്താക്കാൻ വൈകിയില്ലെന്നും ധാർമ്മിക മൂല്യമുണ്ടെങ്കിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും രാഹുലിന് പൊതുപ്രവർത്തനം തുടരാൻ അർഹതയില്ലെന്നും ഉണ്ണിത്താൻ MP പറഞ്ഞു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SIR പരിഷ്കരണവും ഉമീദ് പോർട്ടൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. SIR, വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ എന്നിവ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്നത് ദുരുദ്ദേശപരമാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. CPM-ഉം പിണറായി വിജയനും ശബരിമലയിൽ നടത്തിയത് സംഘടിത രാഷ്ട്രീയ കൊള്ളയാണെന്നും വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ചവർക്ക് ബാലറ്റ് പേപ്പറിലൂടെ വിധിയെഴുതണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മൗവലിൽ വെച്ച് നടന്ന പള്ളിക്കര പഞ്ചായത്ത് UDF കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന് ദേശീയതലത്തിൽ തന്നെ ഭീഷണിയായിട്ടുള്ള ഘട്ടത്തിലാണ് രാജ്യമുള്ളതെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംസ്ഥാന നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. UDF ചെറുവത്തൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം മടക്കര ടൗണിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാകവി P.യുടെ ജീവിതം സിനിമയാകുന്നു. കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ നാലപ്പാടം പത്മനാഭനാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ ഭായാർ ജാറം മഖാം ഉറൂസിന് തുടക്കമായി. സയ്യിദ് ഷമീം തങ്ങൾ കുമ്പോൾ പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത്. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മഖാം ഉറൂസിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. വളാന്തോട് മണികണ്ഠപുരം ക്ഷേത്രം വൃശ്ചിക തൃക്കാർത്തികയുടെ ഭാഗമായി
ദശസഹസ്ര ദീപോത്സവം നടത്തി. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.